കിരൺകുമാറിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് വിസ്മയുടെ ആത്മഹത്യ. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടിക്ക് തന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം. കേരളത്തിൽ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ കോളിളക്കമുണ്ടാക്കിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു വന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഇന്ന് ഈ കേസിൽ സുപ്രധാനമായ വിധി വരാനിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വിസ്മയുടെ വീട്ടിലാണ്. അച്ഛൻ ത്രിവിക്രമൻ നായർ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം വിസ്മയുടെ അമ്മയുമുണ്ട്. ചേട്ടാ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് വരികയും സ്ത്രീധനമെന്ന മഹാവിപത്തിനെതിരെ, പൈശാചികമായ സമ്പ്രദായത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായി. മന്ത്രിമാർ വന്നു, എംപിമാർ വന്നു, ഈ പ്രതിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഈ ഘട്ടത്തിൽ എത്തരത്തിലുള്ളൊരു വിധിയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്? ഈ സമൂഹത്തിന് ഒരു പുതിയ മെസ്സേജ് കൊടുക്കാനായിട്ടുള്ള ശിക്ഷയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് തീർച്ചയാണ്. കാരണം ഈ ഡൗറി എന്ന് പറയുന്ന സംഭവം നമ്മളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അത്യാവശ്യമാണ്. അതിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ എൻ്റെ സർക്കാരാണ് ഇതിന് നല്ലൊരു ടീമിനെ തന്നു. ആ ഒരു ടീമെന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും ഒന്നും പറയാൻ പറ്റാത്തൊരു ടീമായിരുന്നു. അവർ നല്ല അന്വേഷണം വെച്ചു. അതേപോലെ നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാറ് അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. പിന്നെ സർക്കാരിനോട് കൂടുതൽ നന്ദി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള മീഡിയ സുഹൃത്തുക്കൾക്കാണ്. മീഡിയ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീട്ടിൽ 3-4 ദിവസം തമ്പടിച്ച് കിടന്ന് കോവിഡ് കാലഘട്ടമാണ്, ഓർക്കണം. ആ സമയത്ത് വെള്ളം പോലും കൂട്ടാൻ വഴിയില്ലാത്ത സമയത്തും അവർ ഞങ്ങളെ വീട്ടിൽ ഇത്രയും ത്യാഗം അനുഭവിച്ച് ലോകത്തെ അറിയിപ്പിച്ച ഒരു സംഭവമാണിത്. അതിനുള്ള ശിക്ഷ ഏതായിരുന്നാലും അവന് കിട്ടും. പ്രത്യേകിച്ചും ഗവർണറുമൊക്കെ ബന്ധപ്പെട്ടതാണ്. ഗവർണർ തിരുവനന്തപുരത്ത് ഒരു ഉപവാസം നടത്തി. അങ്ങനെ അപ്പോൾ അതിനുള്ള ഒരു ശിക്ഷ കിട്ടിയിരിക്കും 3 തരം. പിന്നെ എൻ്റെ കുട്ടി ഒരുപാട് വേദന അനുഭവിച്ചു. അതിനുള്ളൊരു മെസ്സേജും, പിന്നെ ഞാൻ ചെയ്ത തെറ്റും, ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അതിനും ഉള്ള ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ വിസ്മയുടെ ഒരു ശബ്ദരേഖ നമുക്കെല്ലാം കിട്ടുമ്പോൾ അതിൽ വളരെ വേദനയോടുകൂടി വിസ്മയെ കരയുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. ഒരു കൊച്ചു കുഞ്ഞിന് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന ഒരു ഏറ്റവും ക്രൂരമായ, അത് ചിത്രങ്ങളൊക്കെയും കണ്ടു, മർദ്ദനമേറ്റതിന്റെ പാടുകളും ഈ കരഞ്ഞുകൊണ്ട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ച വാട്സപ്പ് ചിത്രങ്ങളും ഇതെല്ലാം കോടതിക്ക് മുമ്പിൽ തെളിവായി എത്തുകയും ചെയ്തു. ഈ ഘട്ടങ്ങളിലൊക്കെയും എങ്ങനെയാണ് ചേട്ടൻ ഇത് തരണം ചെയ്തത്? അല്ലെങ്കിൽ കുടുംബം ഈ വേദനയോ എങ്ങനെയാണ് നിങ്ങളെ ഈ കുടുംബം ആകെ വേദനിച്ചത്? എൻ്റെ കുട്ടിയെ അതൊക്കെ ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അല്ല, അത് 1-2 മാസം കഴിഞ്ഞതിന് ശേഷം ഉള്ളതായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുകയും എല്ലാം സംസാരിച്ച് ഒത്തീർപ്പാക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഇവനെ ആക്രമിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ പീഡനങ്ങൾ ഉണ്ടായിരുന്നുള്ളത് അറിയുന്നത്. കുട്ടി ഞങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുകയും ഞാൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് നിർത്തിയേക്കും. അങ്ങനെ എൻ്റെ മോൻ്റെ കല്യാണവും കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എക്സാമിനാണ് അവൻ കോളേജിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോകണം. എന്താണ് പറഞ്ഞു കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. അതിനുള്ള ശബ്ദരേഖ സാറിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ തങ്ങളിൽ എന്തൊക്കെയോ എഗ്രിമെൻറ്റുകൾ വെച്ചിരുന്നു. അതിന് പ്രകാരം എൻ്റെ മോള് പോയി അവിടെ ചെന്നിട്ട് ഞങ്ങളെ വിളിക്കാനോ ഞങ്ങളോട്ട് സംസാരിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. പിന്നെ ഉള്ളത് അമ്മയുമായിട്ട് നിശ്ചിത ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമേ അമ്മയോട്ട് വിളിക്കൂ. ഞങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തു. എന്നെയും എൻ്റെ മോനെയും ബ്ലോക്ക് ചെയ്തു. അവന് മരുമക്കളുള്ള നമ്പരും ബ്ലോക്ക് ചെയ്തോളാം. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. മരിക്കുന്നതിൻ്റെ തലേന്ന് 3:30 മണിക്കും അമ്മയുമായിട്ട് സംസാരിച്ചതാണ്. പിന്നെ എൻ്റെ കുട്ടി സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാനും എൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയാതെ പോയാലുള്ള ഒരു വിഷമം എനിക്ക് കുട്ടികളുണ്ടായിരുന്നു. സത്യം തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു. ഈ കുടുംബത്തോടുള്ള ഒരു വേട്ടയാടൽ അവസാനിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ഈ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന തന്നെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് വരികയും അതിലിങ്ങനെ സന്ദേശങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു. 100-800ഓളം സുഹൃത്തുക്കൾ അതിൽ ആഡ് ചെയ്യുകയും ചെയ്തു. അത് കേസ് കൊടുത്തിട്ടുണ്ട്. അത് കേസ് കൊടുത്തിട്ടുണ്ട്. റൂറൽ SP സാറിൻ്റെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അത് സൈബർ സെല്ലിൽ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടുന്ന് നല്ല അന്വേഷണമാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പം രാവിലെ 7-8 മണിയാകുമ്പോഴത്തേക്ക് റൂറൽ SP സാർ ഈ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് ഇന്നലെ രാത്രി ചടയങ്ങന പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് വന്നായിരുന്നു, സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള. വിസ്മയുടെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഏറ്റവും വേദനയുള്ളൊരു സാഹചര്യവും നിമിഷവുമാണ്. കാരണം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ച് ഒരു കുഞ്ഞിനെ നഷ്ടമാകുക എന്നുള്ളത് ഏതൊരമ്മയ്ക്കും ഉണ്ടാക്കുന്ന വേദന. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇത് ഏറ്റവും പൈശാചികമായ ഒരു പ്രവണത, അത് ഇല്ലാതാവുക തന്നെ വേണം എന്ന്
ആവർത്തിച്ച് പറയുന്നു. ഒരുപാട് ജനപ്രതിനിധികളും ഗവർണറും അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. വിസ്മയുടെ അമ്മ നമുക്കൊപ്പം ചേരുന്നു. ചേച്ചി, ഈ ഘട്ടത്തിൽ എങ്ങനെ ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? സമൂഹത്തിൽ മാതൃകാപരമായ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിസ്മയ, ആ പ്രയാസമുള്ള സമയങ്ങളിൽ ചേച്ചിയോട് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെയും? എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഈ പീഡന വിവരങ്ങൾ, അല്ലാതെ വിഷമങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. ശരി, തീർച്ചയായും ഒരു മാതൃകാപരമായ വിധി ഈ കേസിൽ ഉണ്ടാകുമെന്ന് കുടുംബം വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹമാകെയും ഈ കേസിൽ ഒരു മാതൃകാപരമായ വിധി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നാണ് ഈ കേസിൽ കോടതി വിധി പറയുക. ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥയുണ്ടാകാത്ത തരത്തിൽ ആ ഒരു സന്ദേശം നൽകുന്ന ഒരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ വിസ്മയുടെ കുടുംബം. വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.